നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരുപാട് കാലമായി നസീർ സാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട്. വീട്ടിലിരുന്ന് ഞാൻ അടുത്ത് ചെയ്യുന്ന മാറ്റർ എന്താണെന്ന് പറയുമ്പോൾ ഒക്കെ സിന്ധു പറയും. "അണ്ണാ നസീർ സാറിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യണം. ജയനെ കുറിച്ച് ചെയ്യ്" എന്നൊക്കെ പറയും. കാരണം ഈ എന്താ പറയുക എംടി സാറിൻ്റെയൊക്കെ ബുദ്ധിജീവി പ്രോഗ്രാം എന്നാണ് സിന്ധു പറയുന്നത്. അതൊന്നും സിന്ധുവിന് ഇഷ്ടമല്ല. നസീർ സാറിനെ കുറിച്ച്, വിജയശ്രീയെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ കെ പി ഉമ്മറിന്റെ മിമിക്രി ഞാൻ കാണിക്കുന്നതൊക്കെയാണ് ഇഷ്ടം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നസീർ സാറിനെ കുറിച്ച് 2 കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു അധികമാർക്കും ഞാൻ ഇന്ന് പറയുന്ന നസീർ സാറിന്റെ 2 കഥകളും അറിയില്ലാന്ന് തോന്നുന്നു. ഇതിന്റെ താഴെ വന്ന് എഴുതുന്നവരെ എനിക്കറിയാം. ഇത് വിക്കിപീഡിയയിലുണ്ടല്ലോ. ഇന്നാള് ഞാൻ അതിശയപ്പെട്ടു പോയി. ആരോ ഒരാള് താഴെ എഴുതിയിരിക്കുക, വിക്കിപീഡിയന്ന് പറക്കിയെടുത്തല്ലേ ശാന്തിയുള്ള ദിനേശ് കഥ പറയുന്നതെന്നൊക്കെ. ഞാനപ്പോൾ ആലോചിച്ചു വിക്കിപീഡിയയിലുണ്ട്. ഞാൻ വിക്കിപീഡിയ നോക്കാറ് പോലുമില്ല. അതാണ് പ്രശ്നം. എനിക്ക് ഇൻസ്റ്റാഗ്രാം, വിക്കിപീഡിയ അതൊന്നും അതിലോട്ടൊന്നും അത്രയും താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്കൊന്നും പോകാറില്ല. പക്ഷേ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, ചൊറിയണ്ടേ? ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഞാനിത് ആരിൽ നിന്നെങ്കിലും കോപ്പി അടിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ചുരണ്ടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത ബോറൻ കഥകളാണെങ്കിൽ, നിങ്ങൾ എൻ്റെ ചാനൽ വിട്ടു പോന്നേ. അത് ചെയ്യില്ല. ഞായറാഴ്ചയും ബുധനാഴ്ചയും ഇങ്ങനെ ഇരിക്കും കുരങ്ങന്മാരെപ്പോലെ. ഇതിന്റെ താഴെ ഒന്ന് തെറി എഴുതാനായിട്ട്, കമന്റുകൾ പറയാൻ. പറഞ്ഞു പറഞ്ഞ് സത്യത്തിൽ ഞാൻ മടുത്തു. എന്നാലും നമ്മളെ മനസ്സിനെ ഞാൻ കീ കൊടുത്ത് നിർത്തിയിരിക്കുന്നത് 2,07,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിൽ ഒരു 700 പേര് പോലും ഇല്ല എന്നെ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ എനിക്കെതിരെ കമന്റ് ഇടുന്ന 700 പേര്, 70 പേര് പോലും ഇല്ല. ഒരു 2-3 ഞരമ്പ് രോഗികൾ. അവർക്ക് ഇതൊരു ആനന്ദം പോലെയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആ എറണാകുളത്തൊരു ഞഞ്ഞ ചെറുക്കയില്ലേ, അവരുടെ പേര് പോലും ഞാൻ പറയുന്നില്ല. ഈ ഫിലിം ഫെസ്റ്റിവലിന് ടാഗോർ തിയേറ്ററിൽ വന്നിട്ട് ഓരോ പവലിയനിലും പോയി അന്വേഷിച്ചു. ശാന്തി ഉള്ള ദിനേശ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. എന്റെ ഭാഗ്യം കൊണ്ടായിരിക്കും അവനെ നേരി കാണാത്ത. കണ്ടിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ അടി കൊടുത്തേ. എന്നിട്ട് അവൻ ഇപ്പൊ എന്തോ എന്നെ പറ്റിയിട്ടിരിക്കുന്നു. എന്തോ ഇത് അവന്റെ വീട്ടിൽ കിടന്നുകൊണ്ട് ഇതിനെയൊക്കെ ഈ ദൈവത്തിന് വേണ്ടല്ലോ എന്നാണ് ആലോചിക്കുന്നത്. തലയ്ക്ക് സുഖമില്ലാത്ത വൃത്തിയിട്ട വർഗം. ആരൊക്കെയോ ഒരു 10-100 പേര് എനിക്ക് അത് അയച്ചു തരുന്നു. ആണോ പ്രതികരിക്കണം. ഈ ചെറ്റ ചെറുക്കനെ കുറിച്ച് ഞാൻ എന്ത് പ്രതികരിക്കാൻ? ഞാൻ ഇനി പറയില്ല. കാരണം അവൻ വിചാരിക്കുന്നത് അറിയോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വെച്ച് അവനൊരു 1000 പേര് കാണുമല്ലോ എന്നാണ് അവൻ വിചാരിക്കുന്നത്. ഞാൻ പറയില്ല. ആ ചെറുക്കനെ ഞാൻ വിട്ടു. പക്ഷെ കൈ കിട്ടിയിരുന്നെങ്കിൽ, ഫിലിം ഫെസ്റ്റിവലിന്റെ അവിടെ എവിടെയെങ്കിലും വെച്ച് കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പരസ്യമായിട്ട്, അല്ല വിളിച്ച് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല, പരസ്യമായിട്ട് ഒരൊറ്റ അടി അവന്റെ ചെകിട് പൊട്ടുന്ന രീതിയിൽ കൊടുത്തേനെ. ഇങ്ങനെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്, നാട്ടിനും വീട്ടിനും വേണ്ടാതെ. ഞാൻ അതേ വിചാരിക്കുന്നുള്ളൂ. നമ്മളെ ചാനലിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്ന ഒരു 2-3 ഞരമ്പ് രോഗികളുണ്ട്. എനിക്ക് അവന്മാരെ കുറിച്ച് അങ്ങനെ തോന്നുന്ന നാണമില്ലാത്തവന്മാരാ. കാരണം കളഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞാലും പിന്നെയും വന്നിരുന്നു ബുധനാഴ്ചയും ഞായറാഴ്ചയും കണ്ടിട്ട് അതിൽ വളിച്ച കമന്റുകൾ ഇടലാണ് ജോലി. ഇപ്പൊ എം ടി സാറിനെ കുറിച്ച്, എം ടി സാറിന്റെ 2 ഭാര്യമാരെ കുറിച്ച് 2 എപ്പിസോഡ് ചെയ്തു. ഇവനൊന്നും ബുദ്ധിയില്ല, അതുകൊണ്ട് ഇത് കണ്ടാൽ മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. അപ്പോഴും അതിന്റെ താഴെ വന്ന് എഴുതിയിരിക്കുക, 12 വയസ്സായ പെൺകുട്ടിയെയും ഭാര്യയെയും ഉപേക്ഷിച്ചു പോയ എം ടി മാന്യനാണോ? എടാ ഇവനൊക്കെ എം ടിയുടെ ചെരുപ്പ് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നുള്ളതാണ്. അതുപോട്ടെ, നമ്മൾ എന്തായാലും ഇന്ന് പറയുന്നത് നസീർ സാറിനെ കുറിച്ച്. നസീർ സാറിനെ വെച്ച് ബുദ്ധിജീവി സിനിമാക്കാരിൽ ആകെ പി എ ബക്കർ മാത്രമാണ് നസീർ സാറിന് ഉപയോഗിച്ചിട്ടുള്ളത്, ചാരം എന്ന് പറഞ്ഞ പടത്തിൽ. എന്തുകൊണ്ടോ മറ്റാരും നസീർ സാറിനെ സമീപിച്ചിട്ടില്ല. സമീപിച്ചാൽ അദ്ദേഹം ഇല്ലാത്ത ഡേറ്റ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ അദ്ദേഹത്തിന് മരം ചുറ്റി പ്രേമമൊക്കെ നടത്തി നടക്കുന്ന, തെമ്മാടി വേലപ്പനും തുറുപ്പ് ഗുലാനും ഒക്കെ ചെയ്യുന്ന, പിക്നിക്കും ഒക്കെ ചെയ്യുന്ന ഒരു കമേഴ്ഷ്യൽ നടനായി കണ്ടതുകൊണ്ട് നസീർ സാറിനെ ആരും നല്ല സംവിധായകരൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നാലും നസീർ സാർ ലോക റെക്കോർഡ് ഇട്ടു. അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് വരെ രാജാവായിട്ട് തന്നെ ജീവിച്ചു. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, നിത്യഹരിത നായകനായി മരം ചുറ്റി പ്രേമത്തിലും അടിപിടിയിലും തളയ്ക്കപ്പെടാതെ നല്ല സിനിമയ്ക്കായി നസീർ സാർ വാശി പിടിച്ചിരുന്നെങ്കിൽ ആ നിത്യഹരിത നായകന്റെ ലെവൽ എവിടെ എത്തുമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം അദ്ദേഹത്തെ തേടി വന്ന സീരിയസ് ആയ വേഷങ്ങളൊന്നും അദ്ദേഹം മോശമാക്കിയിട്ടില്ല. ഇപ്പൊ മുറപ്പെണ്ണായാലും, എം ടി വാസുദേവൻ നായർ സാർ എഴുതിയ മുറപ്പെണ്ണായാലും, അസുരവിത്തായാലും, ഇരുട്ടിന്റെ ആത്മാവായാലും, പിന്നെ
അച്ചാണി പോലുള്ള സിനിമകളായാലും ഈ പറഞ്ഞ നസീർ സാറിന്റെ സ്ഥിരം മാനദർശങ്ങളില്ലാത്ത മനോഹരമായ സിനിമകളായിരുന്നു. അദ്ദേഹം മനോഹരമായി ചെയ്യുകയും ചെയ്തു. ജിജോയുടെ പടയോട്ടം എന്ന് പറഞ്ഞ മലയാളത്തിലെ 70 ചിത്രത്തിൽ ആ ക്യാരക്ടറിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എങ്ങനെ അഭിനയിച്ചിരിക്കുന്നു, അതിനെങ്ങനെ ശബ്ദം കൊണ്ട് കൺട്രോൾ ചെയ്തിരിക്കുന്നു, ഡബ് ചെയ്തിരിക്കുന്ന കണ്ടാൽ നമുക്ക് കൊതി തോന്നും. അത്രയും മനോഹരമായി അഭിനയിച്ച അഭിനേതാവായിരുന്നു നസീർ സാർ. പ്രായം കൂടി വന്നപ്പോൾ നായകനാണെങ്കിലും അദ്ദേഹം ചെയ്ത പ്രശ്നം ഗുരുതരം, ബാലചന്ദ്ര മേനോന്റെ പ്രശ്നം ഗുരുതരം, അതിലെ നിഷ്കളങ്കനായ പൊങ്ങച്ചക്കാരനായ ബ്രാഹ്മണ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എന്ത് രസമായിട്ടാണ് നസീർ സാർ ചെയ്തത്. ഭരതന്റെ പാർവതി, വിട പറയും മുമ്പേ മോഹന്റെ, തേനും വയമ്പും അശോക് കുമാറിന്റെ, കാര്യനിസ്സാരം ബാലചന്ദ്ര മേനോന്റെ, ഒഴിവുകാലം ഭരതന്റെ, ആട്ടക്കലാശം ശശികുമാർ സാറിന്റെ തുടങ്ങിയ ഒരുപാട് സിനിമകളിലെ അദ്ദേഹം ഈ മരഞ്ചുറ്റി പ്രേമം നിർത്തി വന്ന പ്രായത്തിൽ ചെയ്ത കഥാപാത്രങ്ങൾ എന്നും നോട്ടബിളായ വേഷങ്ങളായിരുന്നു. ഈ ജനുസിലെ ഒരു ചിത്രമായിരുന്നു പി എ ബക്കർ സംവിധാനം ചെയ്ത ചാരം. അക്കാലത്ത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി. കാരണം പി എ ബക്കറിനെ പോലെ ഈ ഉച്ചപ്പടം എടുക്കുന്ന സംവിധായകരെന്നാണ് അന്നത്തെ കാലത്ത് ഈ നല്ല ആർട്ട് സിനിമകൾ എടുക്കുന്നവരെ കളിയാക്കിയിരുന്നത്. കാരണം ന്യൂൺ ഷോ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവരുടെ സിനിമകൾ. കമ്പനി നദി, ചുവന്നപ്പോൾ പോലുള്ള, ചുവന്ന വിത്തുകൾ പോലുള്ള സിനിമകളൊക്കെ, ഉണർത്തുപാട്ടൊക്കെ ഉച്ചയ്ക്ക് മാത്രം പത്മനാഭ തിയേറ്ററിൽ കളിച്ച സിനിമയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധായകൻ, പെട്ടെന്ന് ശോഭിക്കുന്ന ഒരു സംവിധായകൻ, ഓളവും തീരവും എന്ന് പറഞ്ഞ മനോഹരമായ പി എൻ മേനോന്റെ സിനിമ എം ജിയുടെ സ്ക്രിപ്റ്റിൽ നിർമ്മിച്ച നിർമ്മാതാവ്, അങ്ങനെയുള്ള പി എ ബക്കർ നസീർ സാറിനെ നായകനാക്കി. അഡ്വക്കേറ്റ് ജെയിംസ് എന്ന് പറഞ്ഞ, ബാരിസ്റ്റർ ജെയിംസ് എന്ന് പറയുന്ന ഒരു നല്ല കഥാപാത്രമായിരുന്നു. ഹതഭാഗ്യനായ പിതാവിന്റെ വേഷം പ്രേം നസീറിനെ കൊണ്ട് മനോഹരമായി ചെയ്യിച്ച സിനിമയായിരുന്നു ചാരം. അഡ്വക്കേറ്റ് ജെയിംസിന്റെ മകള് പ്രീതയായിട്ട് അഭിനയിച്ചത് മീന മേനോൻ എന്ന് പറഞ്ഞൊരു പുതുമുഖ നടിയായിരുന്നു. അവരിപ്പോ പ്രസന്റ് ടൈമിൽ ശ്രീവിദ്യയുടെ ഭർത്താവായിരുന്ന ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, അയാളുടെ 2ാം ഭാര്യയാണ് ഇപ്പോൾ മീന മേനോൻ. കുറച്ച് കഥാപാത്രങ്ങൾ വെച്ച് ബോംബെ റെഡ് ഷീറ്റിലൊക്കെ ചിത്രീകരിച്ച ആദ്യ സിനിമ എന്ന് തന്നെ പറയാം. ബോംബെ റെഡ് ഷീറ്റിലൊക്കെ പോയി എങ്ങനെ ഷൂട്ട് ചെയ്യും സിനിമയായിരുന്നു ചാരം. ബക്കറിന്റെ ആദ്യ കളർ ചിത്രം കൂടിയായിരുന്നു ചാരം എന്ന് പ്രത്യേകം പറയാം. കാരണം ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. ഓളവും തീരത്തിന്റെ നിർമ്മാതാവായിരുന്ന പി എ ബക്കർ 1975 സംവിധായകന്റെ കുപ്പായം ഇടുന്നത് നമ്മുടെ TV ചന്ദ്രൻ നായകനായ കബനി നദി ചുവന്നപ്പോൾ. 1976 ഹരിച്ചേട്ടനെ, നാരദനൊക്കെ ആയിട്ട് അഭിനയിച്ച ഹരിയും ശ്രീനിവാസനും അഭിനയിച്ച മണിമുഴക്കം. 78 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ശാന്തകുമാരിയുടെ ആദ്യത്തെ സിനിമ ചുവന്ന വിത്തുകൾ. 79 രാമു കാര്യന്റെ ശിഷ്യനായിരുന്നു, വേണ്ടപ്പെട്ട ഒരു എർത്തെന്ന് വേണമെങ്കിൽ പറയാം, എർത്തായിരുന്നു പി എ ബക്കർ. അപ്പോൾ രാമു കാര്യേട്ടനെ അഭിനയിപ്പിച്ചു സംഘഗാനം എന്ന് പറഞ്ഞ സിനിമയിൽ. പി എ ബക്കർ ആയിരുന്നു സംവിധാനം. 1979 മണ്ണിന്റെ മാറൻ, സത്താർ നായകനായ PJ ആന്റണിയും സത്താറുമായിരുന്നു. 1980 ഉണർത്തുപാട്ട്. 82 ചാരം എന്ന് പറഞ്ഞ കളർ സിനിമ അദ്ദേഹം ചെയ്യുന്നത്. അതുവരെ ഉച്ചപ്പടം ചെയ്യുന്ന സംവിധായകരുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ബക്കർ പ്രേം നസീറിനെ നായകനാക്കി സിനിമ എടുക്കുന്നു എന്ന വാർത്ത അക്കാലത്ത് വലിയ എന്താ പറയുക ശ്രദ്ധ നേടി. കബനി നദി ചുവന്നപ്പോൾ മുതൽ ഉണർത്തുപാട്ട് വരെ പുതുമുഖങ്ങളെ വെച്ച് മാത്രം സിനിമ എടുക്കുകയും അവർ ശ്രദ്ധേയമാക്കുകയും ചെയ്ത ബക്കർ പ്രേം നസീറിനെ നായകനാക്കുന്നു. ചെറിയ തുകയ്ക്ക് സിനിമ എടുത്തിരുന്ന ബക്കർ ബിഗ് ബഡ്ജറ്റിലെടുത്ത സിനിമ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ബിഗ് ബഡ്ജറ്റിലെടുത്ത സിനിമയായിരുന്നു ചാരം. മണിമുഴക്കം എന്ന് പറഞ്ഞ സിനിമ കാർട്ടൂണിസ്റ്റ് തോമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. തോമസ് ഏട്ടന് ഞാൻ നല്ല ബന്ധമായിരുന്നു. JC സാറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു തോമസ് ഏട്ടൻ. അദ്ദേഹമായിരുന്നു മണിമുഴക്കം പ്രൊഡ്യൂസ് ചെയ്തത്. ജനറേറ്റർ പോലും ഇല്ല, ലൈറ്റൊന്നും ഇല്ല. ഗ്ലാസ് വെച്ച് വെയിലത്ത് അതിന്റെ വെളിച്ചം റിഫ്ലക്ട് ചെയ്തും വെള്ള തുണി വലിച്ചു കെട്ടിയും വീടിന്റെ ഓടൊക്കെ ഇളക്കിയിട്ട് അതിനകത്തൂടെ ലൈറ്റിന്റെ സോഴ്സ് അകത്തു കൊണ്ടുവന്നൊക്കെയാണ് ബിപിൻ ദാസ് മനോഹരമായി ഈ പറയുന്ന മണിമുഴക്കം ചിത്രീകരിച്ചത്. അതിന്റെ നിർമ്മാതാവായിരുന്നു കാർട്ടൂണിസ്റ്റ് തോമസ്. എനിക്ക് തോന്നുന്നു 2 ലക്ഷമോ 2.5 ലക്ഷം രൂപയ്ക്ക് എന്തോ തീർന്ന സിനിമയായിരുന്നു. വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ തന്റെ ലാംബ്രട്ട സ്കൂട്ടറിൽ ആന്റണി ഈസ്റ്റ്മാൻ, പിന്നീട് കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവും ഒക്കെയായി മാറിയ ആന്റണി ഈസ്റ്റ്മാൻ, അല്ലെങ്കിൽ സിൽക്ക് സ്മിതയെ ആദ്യമായിട്ട് സിനിമയിൽ അവതരിപ്പിച്ച ആന്റണി ഈസ്റ്റ്മാൻ, ഒരു ലാംബ്രട്ട സ്കൂട്ടർ ഉണ്ട് അദ്ദേഹത്തിന്. കല്ലൂരാണ് ഈസ്റ്റ്മാൻ സ്റ്റുഡിയോ. അവിടുന്ന് അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ അദ്ദേഹം പത്രത്തിനൊക്കെ വേണ്ടി ഫോട്ടോ എടുക്കുന്ന തിരക്കുള്ള ആളാണ്. ചുമ്മാ ഇരിക്കുമ്പോൾ നേരെ മണിമുഴക്കത്തിന്റെ സെറ്റിൽ ചെല്ലും. അപ്പോൾ എടുത്തോണ്ടിരിക്കുന്ന സീനിന്റെ ഒരു 4-5 സ്റ്റിൽ എടുക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ.
തിരിച്ചു പോരും. അത്രയും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പോലും അത്രയേ ഉള്ളൂ. ഈ പറയുന്ന കബരിനിധി ചുവന്നപ്പോ എന്ന് പറഞ്ഞ പടം എടുക്കുമ്പോൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉണർത്തുപാട്ട് വരെയുള്ള സിനിമകളിൽ സ്ഥിരം ഛായാഗ്രാഹകൻ ബിപിൻ ദാസ് ആയിരുന്നു ബക്കറിന്റെ. പക്ഷേ ചാരം എന്ന് പറഞ്ഞ സിനിമ എടുക്കുമ്പോൾ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാറ്റോഗ്രാഫി പഠിച്ചിറങ്ങിയ ഹേമചന്ദ്രനെയാണ് ക്യാമറമാൻ ആക്കിയത്. ഹേമചന്ദ്രനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിന് ആദരവ് സ്വീകരിക്കാൻ വന്ന 22 നടിമാരിൽ ഒരാളായ കനകദുർഗയുടെ ഭർത്താവാണ് ഹേമചന്ദ്രൻ. അകാലത്തിൽ മരിച്ച ഭാര്യ അകാലത്തിൽ മരിച്ചുപോയി. മകളുമായിട്ട് ജീവിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് ജെയിംസ്. നല്ല രസമായിട്ട് നസീർ സാർ ഇരുത്തം വന്ന ഒരു നടനായിട്ട് ചെയ്ത വേഷമാണ്. ഒരു നാള് മകൾ പ്രീതിയെ കാണാതാവും. മകളെ തിരക്കി ബോംബെയിലെ റെഡ് സ്ട്രീറ്റിൽ ചുവന്ന തെരുവിൽ വ്യഭിചാരികൾ മാത്രമുള്ള ചുവന്ന തെരുവിൽ ചെന്ന് അന്വേഷിക്കുന്ന അച്ഛൻ്റെ വേഷമായിരുന്നു നസീർ സാർ. കോടമ്പക്കം സ്റ്റുഡിയോ ഫ്ലോറുകളിലും ബോംബെ റെഡ് സ്ട്രീറ്റിലും എറണാകുളത്തും ഒക്കെ ആയിട്ടായിരുന്നു ഈ പറയുന്ന ചാരം ചിത്രീകരിച്ചത്. അക്കാലത്ത് പ്രേം നസീർ സ്വന്തം പാർട്ടിയുമായി രാഷ്ട്രീയത്തിലേക്ക് സ്വന്തം സിനിമ സംവിധാനം ചെയ്യണം മുതലായ കാര്യങ്ങൾ ചിന്തിച്ചു കിടക്കുന്ന കാലമായിരുന്നു. അതിനാൽ തന്നെ ചിത്രീകരണ സ്ഥലത്തൊക്കെ ഒന്ന് മാറി പത്രക്കാർ വന്ന് അദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പൊതിയുന്ന സമയമായിരുന്നു. ബക്കർ വയ്ക്കുന്ന ഒരു ഷോട്ട് കഴിയുമ്പോൾ നസീർ സാർ പുറത്തേക്ക് വരും. അപ്പോൾ വന്നിരിക്കുന്ന പത്രക്കാരനുമായിട്ട് സംസാരിക്കും. ഷോട്ട് റെഡി സാർ എന്ന് പറയുമ്പോൾ എണീറ്റ് വീണ്ടും അഭിനയിക്കാൻ പോകും. അങ്ങനെ അത്ര തിരക്കിലാണ് പത്രക്കാരുടെ മുന്നിൽ അദ്ദേഹം നിന്നത്. നമ്മുടെ പിന്നീട് സംവിധായകനും നടനുമൊക്കെയായി മാറിയ ആദം അയ്യൂബ് സാറായിരുന്നു ബക്കറിന്റെ അസോസിയേറ്റ് ഡയറക്ടർ. ഷോട്ടിന് അയ്യൂബ് സാർ എന്ന് വിളിക്കും, സാർ ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ഈ പത്രക്കാരുടെ അഭിമുഖം നിർത്തിയിട്ട് ക്യാമറയുടെ മുന്നിലേക്ക് പോകും. എറണാകുളത്ത് ചിറ്റൂർ റോഡിൽ ഒരു വലിയ മാളികയിലാണ് ബാരിസ്റ്റർ ജെയിംസിന്റെ വീടായി ചിത്രീകരിച്ചത് ബക്കർ. ഉച്ചയ്ക്ക് ശേഷം ഒരു പാർട്ടി സീനാണ് എടുക്കാൻ. അക്കാലത്ത് കൊച്ചിയിൽ വന്നാൽ നസീർ സാർ ഇന്റർനാഷണൽ ഹോട്ടലിലാണ് താമസിക്കുന്നത്. പാർട്ടി സീനാണ് ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് പറ്റിയ എൻ്റെ സ്വന്തം ഡ്രസ്സ് ഇട്ട് ഊണുമൊക്കെ കഴിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാർ കയറി ഇന്റർനാഷണൽ ഹോട്ടലിലേക്ക് പോയി. മകളായി അഭിനയിക്കുന്ന മീന മേനന്റെ ബെഡ്റൂമിലെ ചില ഷോട്ടുകൾ എടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബക്കർ. ഹോട്ടലിൽ ചെന്ന് ഊണൊക്കെ കഴിച്ച് സ്വന്തം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നസീർ സാർ എത്തി. നിങ്ങൾ ചാരം നോക്കുമെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കണം, അപ്പൊ നിങ്ങൾക്ക് ഈ സീൻ മനസ്സിലാവും. ഇപ്പൊ ചിത്രീകരിക്കുന്ന സീൻ തീർന്നാലുടൻ സാറിന്റെ കോമ്പിനേഷൻ സീൻ എടുക്കാമെന്ന് സഹസംവിധായകനായ ആദോ അയ്യൂബോ എന്ന് പറഞ്ഞു. അതിനെന്താന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. പുതുമുഖത്തിന് വെച്ച് നാളെയും ചിത്രീകരിക്കാമല്ലോ, ഞാൻ സൂട്ടൊക്കെ ഇട്ട് ഈ ചൂടത്തിരിക്കുകയല്ലേ, ആ സീന് ആദ്യം എടുത്തൂടെ എന്നൊന്നും ഒരിക്കലും നസീർ സാർ ഒരു സംവിധായകനോടും ചോദിച്ചിട്ടില്ല. പുറത്ത് നല്ല കാറ്റുണ്ടായിരുന്നതുകൊണ്ട് നസീർ സാർ ഒരു കസേര വലിച്ചിട്ട് ബാൽക്കണിയിൽ പോയിരുന്നു. ആ വീടിന്റെ ബാൽക്കണിയിൽ, 2ാമത്തെ നിലയിലെ ബാൽക്കണിയിൽ പോയിരുന്നു. പ്രേം നസീറിനെ കണ്ട ആരാധകര് ബാൽക്കണിയിൽ ചുറ്റും കൂടി. ഒരിക്കലും ഞാനൊരു ചില്ലുവിളക്കം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തപ്പോൾ ഞാൻ ഒരു പരസ്യം ചെയ്തു. കടല്, വിമാനം, ആന, പ്രേം നസീർ, ഇത് 4 എനിക്ക് ജീവിതത്തിൽ മടുക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു പരസ്യം ചെയ്തു. അപ്പോൾ ഒരു ആരാധകർക്ക് നസീർ സാറിന്റെ മുഖം കണ്ടാൽ മടുക്കൂല. അപ്പോൾ ആരാധകരൊന്ന് ചുറ്റും കൂടി ആളുകളോട് സംസാരിക്കാൻ ഒട്ടും മടിയില്ലാത്ത അദ്ദേഹം അവരോട് രസകരമായി വർത്തമാനം പറഞ്ഞിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഷൂട്ടിംഗ് കാണാനായിട്ട് പിരിയുമല്ലോ. അങ്ങനെ ആയപ്പോൾ ബാൽക്കണിയിൽ നസീർ സാർ ഒറ്റയ്ക്കായി. അപ്പോഴും ഷൂട്ടിംഗ് തകൃതിയായി വീടിനുള്ളിൽ നടക്കുകയാണ്. പകല് പിന്മാറി രാത്രിയായി. ചിത്രീകരണം പുരോഗമിക്കുകയാണ്. പുതുമുഖമായി വന്ന മീന മേനോനും മറ്റേ ഏതൊക്കെയോ പുതിയ ആളുകളൊക്കെയാണ് സീനിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ പുതിയ മുഖമാവുമ്പോൾ വിചാരിക്കുന്ന പോലെ ചിത്രീകരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഒരു ഷോട്ട് തന്നെ 10-15 ടേക്ക് പോകും. അങ്ങനെ ചിത്രീകരണം നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. മീന മേനോനും വേറെ ആരോ 2-3 പെൺകുട്ടികളൊക്കെ അഭിനയിക്കുകയാണ്. പവൻ വിലയുള്ള, സ്വർണത്തെക്കാൾ വിലയുള്ള നസീർ സാറ് ബാൽക്കണിയിൽ ഇരുട്ടത്തിരുന്നു. കാരണം ലൈറ്റ് പോയി, രാത്രിയായി. അപ്പോഴും അവിടെ അകത്ത് ഷൂട്ട് നടക്കുക. ചൂടത്ത് സഫാരി സൂട്ടിട്ട് വേർത്ത് കുളിച്ച് ഈ ഇരുട്ടത്തിരിക്കുകയാണ് നസീർ സാർ. ബാൽക്കണിയിലെ ലൈറ്റ് ഇട്ട് കൊടുക്കാൻ പോലും ആരും ഓർത്തില്ല. മറന്നുപോയതാണ്, മനഃപൂർവ്വമല്ല. നസീർ സാറിനോട് ആരും ദേഷ്യമോ ക്രൂരതയോ വൈരാഗ്യമൊന്നും കാണിക്കില്ല.
താഴെ ഷൂട്ടിംഗ് നടക്കുകയാണ്. സാറ് മുകളിലത്തെ ബാൽക്കണിയിൽ ഇരുന്നു. സൂര്യൻ പതുക്കെ അണഞ്ഞു. ചന്ദ്രൻ ഉദിച്ചു. സഫാരി സൂട്ടായതുകൊണ്ട് നല്ല ചൂടത്ത് സാറിങ്ങനെ ഇരിക്കുകയാണ്. സാറ് അനങ്ങിയില്ല. കസേരയിൽ തന്നെ ഇരുന്നു. ആരും വന്ന് ബാൽക്കണിയിൽ ലൈറ്റ് ഇട്ട് കൊടുത്തുമില്ല. ഇതിനിടയിൽ ഒരു ചായയെങ്കിലും ആരെങ്കിലും കൊണ്ടു കൊടുത്തോ എന്ന് ആരും അന്വേഷിച്ചുമില്ല. നസീർ സാർ എന്ന് പറഞ്ഞ ആൾ മോളിൽ ഒന്ന് ഇരിക്കുന്നത് പോലും ഓർത്തില്ല. ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഗോതമ്പ് ദോശ കൊണ്ടുവരാൻ താമസിച്ചതിന് നായകൻ പിണങ്ങിയ മലയാള സിനിമയിൽ, നായകനെ പിണക്കിയതിന് സമയത്തിന് ഗോതമ്പ് ദോശ എത്തിക്കാത്തതിന് മെസ്സിലെ കുക്കിനെ പറഞ്ഞുവിട്ട മലയാള സിനിമയിൽ ലോക റെക്കോർഡ് നായകൻ സ്വന്തം സൂട്ടിട്ട് വേർത്ത് അക്ഷോഭ്യനായി ഇരുട്ടത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയ ആ മനുഷ്യന്റെ ക്ഷമ. കൊച്ചിയല്ലേ, അപ്പോൾ ഗുഡ് നൈറ്റ് ഒന്നും ഇറങ്ങാത്ത കാല, നല്ല കൊതുകിന്റെ അയ്യരുകളിയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ക്ഷാമമില്ലാത്ത കൊതുക് നസീർ സാറിനെ കൊത്തി വലിക്കുകയാണ് ആ ഇരുട്ടത്ത്. അപ്പൊ കൊതുകടിയും കൊണ്ട് പ്രേം നസീർ എന്ന ശാന്ത പ്രകൃതക്കാരൻ ആ ഇരുട്ടത്തിരുന്നു. പ്രേം നസീറിന്റെ ഒരു പ്രശസ്ത നായിക, ഞാൻ പേര് പറയുന്നില്ല, അവർ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പറയുന്നില്ല, 9 മണി വരെ ആയിരുന്നല്ലോ കാൾ ഷീറ്റ്. പക്ഷേ ഒരു 3 ക്ലോസപ്പ് ഷോട്ടൂടെ എടുത്താൽ അന്ന് ആ സെറ്റ് പൊളിക്കാം. സ്റ്റുഡിയോക്കകത്തല്ലേ, 3 ക്ലോസപ്പ് ഷോട്ടൂടെ എടുത്തു. ഒരു വാച്ചിൽ നോക്കിയപ്പോൾ 9:02 ഒന്നും പറയാതെ സംവിധായകനോട് പോട്ടേന്ന് പോലും ചോദിക്കാതെ വിഗൂരി കളഞ്ഞു. ആ നാട്ടിലാണ് എന്താ പറയാ, മേക്കപ്പ് ചെയ്ത് സ്വന്തം സൂട്ടും ഒക്കെ ഇട്ട് ചൂടത്ത് കഴിഞ്ഞ 6 മണിക്കൂറിൽ കൂടുതലായി ആ ബാൽക്കണിയിലെ ഇരുട്ടത്ത് നസീർ സാർ കൊതുകിന് ചോരയും കൊടുത്തിരിക്കുന്നത്. താങ്കൾ ഊണ് കഴിച്ചിട്ട് ഹോട്ടലിൽ റെസ്റ്റ് എടുത്തോളൂ, ഞങ്ങളിപ്പോൾ എടുത്തോണ്ടിരിക്കുന്ന സീൻ എപ്പോൾ കഴിയോ അപ്പോൾ സാറിനെ വിളിക്കാം, അരമണിക്കൂർ മുമ്പ് പറയാം സാർ, സാർ അപ്പോൾ വന്നാൽ മതി എന്ന് ഒരാളും പറഞ്ഞില്ല. അങ്ങനെയാണ് സിനിമയിൽ ചെയ്യാറ്. ഞാൻ പൊങ്ങച്ചം പറയല്ല, ഞാൻ വർക്ക് ചെയ്ത ഒരു സെറ്റിലും തിലകൻ ചേട്ടൻ അടക്കം മധുസാർ അടക്കം ക്ഷിപ്രകോപികളായ ആൾക്കാർക്ക് പോലും പിണങ്ങേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. തലേദിവസം പോകുമ്പോൾ നാളെ എപ്പോഴാന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് പറയും. കാരണം അവർ പ്രായമായവർ വരുമ്പോൾ അല്പം വൈകി വന്നാൽ മതി, അതിന് മുമ്പ് വേറെ സീനുകൾ എടുക്കാനുണ്ടാവും. ഇത് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് പറ്റിയതായിരിക്കാം. എന്തായാലും സാറ് റൂമിൽ റെസ്റ്റ് എടുക്കൂ സാർ, ഊണും കഴിച്ചിട്ട്. ഞങ്ങൾ പറയുമ്പോൾ സാർ സൂട്ട് വിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ അത് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, വന്ധ്യവയോധികനായ ഒരു കാലത്ത് മലയാള സിനിമയെ കാൽക്കീഴിൽ ചവിട്ടിമതിച്ച അടൂർവാസി ജോൺ അബ്രഹാമിന്റെ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചു. അപ്പൊ അതിലൊരു സീനുണ്ട്, ചെറിയാച്ചൻ തെങ്ങിന്റെ മണ്ടയിലിരിക്കുന്നു. എങ്ങനെയൊക്കെയോ വലിച്ച് ബാസി സാറിനെ തെങ്ങിന്റെ മണ്ടയിൽ കയറ്റി. അപ്പൊ മണ്ടയിൽ കയറ്റി ഷോട്ട് എടുക്കാൻ റെഡി ആവുമ്പോഴാണ് അറിയുന്നത്, തൊട്ടടുത്തുള്ള പുഴയിലൂടെ അല്ലെങ്കിൽ തോടിലൂടെ കുറെ താറാവുകൾ പോകും. ജോൺ പറഞ്ഞു, നമുക്ക് ആ താറാവിന്റെ ഷോട്ട് എടുക്കാം, നല്ല മനോഹരമായ ഷോട്ട്. അല്ല അടൂർവാസി, ബാസി സാറ് തെങ്ങിന്റെ മുകളിൽ ഇരിക്കുന്നു. ബാസി സാറിന്റെ സീൻ നാളെ വേണമെങ്കിലും എടുക്കാമെന്ന്, ഈ താറാവിനെ എപ്പോഴും കിട്ടൂല, അതെടുക്കാമെന്ന് പറഞ്ഞ് ബാസി സാറിനെ തെങ്ങിന്റെ മേളിൽ ഇരുത്തിയിട്ട് ജോൺ അബ്രഹാം താറാവിന്റെ ഷോട്ട് എടുക്കാൻ പോയിട്ടുണ്ട്. ബക്കർജി എന്നാൽ ജോണിനെ പോലെ അല്ല, അച്ചടക്കമുള്ള ഒരു സംവിധായകനാണ്. പ്രൊഡക്ഷൻ സഹായി, പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, നിർമ്മാതാവ്, ഇങ്ങനെ വിവിധ റോളുകൾ ചെയ്തതാണല്ലോ അവസാനം അദ്ദേഹം സംവിധായകനായത്. എന്നിട്ടും ക്ഷമയുടെ മൂർത്തരൂപമായ പ്രേം നസീറിനോട് ഇങ്ങനെ പെരുമാറതായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം സാറിനെ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നെ. രാത്രി 9 മണിയായപ്പോൾ എടുത്തുകൊണ്ടിരുന്ന സീൻ തീർന്നു. ആലോചിക്കണം, 3 മണിക്കേറ്റ വന്നതാണ് നസീർ സാർ, 2:30 3 മണിക്ക് വന്നതാണ്. 9 മണിയായപ്പോൾ മീന മേനോനെ വെച്ച് എടുത്തുകൊണ്ടിരുന്ന സീൻ കഴിഞ്ഞു. സ്വാഭാവികമായും 9 മണിക്ക് പാക്കപ്പ് ആവും. അങ്ങനെ പാക്കപ്പ് ആയില്ല എങ്കിൽ 3ാമത്തെ ബാറ്റ വീഴും യൂണിറ്റിന്. അപ്പോൾ എന്താ പറയുക, ഡേറ്റ് ക്ലാഷോ അല്ലെങ്കിൽ ഈ സെറ്റ് മാറി വേറൊരു വർക്ക് ചെയ്യലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ 3ാമത്തെ കാൾ ഷീറ്റിലേക്ക് മിക്കവാറും സിനിമകളും അന്ന് പോവുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം 24 മണിക്കൂർ ഷൂട്ടിംഗ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 9 മണിക്ക് ശേഷം അധികം പേരും ചിത്രീകരിക്കില്ല. ബക്കർ പാക്കപ്പ് പറയാൻ വാ തുറക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹസംവിധായകനായ ആദോയിബ് ബക്കർജിയുടെ വായ പൊത്തിപ്പിടിച്ചു. നസീർ സാറ് സൂട്ടും ധരിച്ച് ബാൽക്കണിയിൽ ഇരുട്ടത്തിരിക്കുകയാണ്, അത് ഒറ്റയ്ക്ക് എന്ന് ബക്കറിന്റെ ചെവിയിൽ ആദോയിബ് പറഞ്ഞു. പെട്ടെന്ന് ബക്കർജിയിൽ നിന്നുണ്ടായ ഡയലോഗ് അയ്യോ എന്നായിരുന്നു. കാരണം അദ്ദേഹം ഓർത്തില്ല, ഷൂട്ടിങ്ങിന്റെ തിരക്കിനിടയിൽ നസീർ സാറിനെ പറ്റി ഓർത്തില്ല, അതാണ് സത്യം. പെട്ടെന്ന് അയ്യോ, ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ അയ്യോ എന്ന് പറഞ്ഞു.
അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം. ശരിക്കും അപ്പോഴാണ് ബക്കർ പാർട്ടി സീനിന് ഡ്രസ്സിട്ട് പ്രേം നസീർ വന്നിരിക്കുന്ന കാര്യം ഓർത്തത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അയ്യൂബ് എന്നായി ബക്കർജി. അദ്ദേഹത്തോട് അയ്യൂബ് ചെന്ന് പറ, നാളെ എടുക്കാം. അയ്യൂബ് സാർ പോവോ? അത് ശരിയല്ല ബക്കർജി. മറ്റേതെങ്കിലും നടനായിരുന്നെങ്കിൽ ഇതിനിടയ്ക്ക് ബഹളം ഉണ്ടാക്കി ഡ്രസ്സ് ഊരി എറിഞ്ഞ് വിഗ് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോയേനെ. അദ്ദേഹത്തിൻ്റെ മാന്യത നമ്മൾ ബഹുമാനിക്കണം. ആ മനുഷ്യൻ കാണിച്ച ഒരു മാന്യതയില്ല, അത് നമ്മൾ ബഹുമാനിക്കണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നായി ബക്കർ. മണി 9 ആയില്ലേ? അയ്യൂബ് ഇതൊന്ന് കൈകാര്യം ചെയ് പ്ലീസ് എന്നായി ബക്കറിന് മുന്നിൽ പോയ ഒരു ചമ്മല്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച ആ പാർട്ടി സീനില്ലേ, അതിലെ കുറച്ച് ക്ലോസപ്പുകൾ എടുക്കാം. അയ്യൂബ് സാർ പറഞ്ഞു കൊടുക്കുകയാണ് ബുദ്ധി. നമുക്ക് ഇന്ന് എടുക്കാനിരുന്ന മാറ്റി വെച്ച പാർട്ടി സീനില്ലേ, നസീർ സാറിൻ്റെ ഒരു 5-6 ക്ലോസപ്പ് അങ്ങ് എടുക്കാം. അപ്പൊ പിന്നെ പ്രശ്നം തീരുമല്ലോ എന്നായി ആദോയും. വലിയ താല്പര്യമില്ലാതെ 9 മണിയായില്ലേ എന്നുള്ള രീതിയിൽ ബക്കർജി പറഞ്ഞു ശരി എന്നാ അങ്ങനെ എടുക്കാന്ന് പറഞ്ഞു. ആദോയൂബ് പ്രേം നസീറിന്റെ മുന്നിലേക്ക് ചെന്നു. അദ്ദേഹം ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. ഇരുട്ടിലാണ് അപ്പോഴും ഇരിക്കുന്നത്. ഇന്നാണെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ മമ്മൂക്കയുടെ കൂടെയുള്ള ജോർജോ ദിലീപിന്റെ കൂടെയുള്ള അപ്പുണ്യോ ആണെങ്കിൽ തങ്ങളുടെ നായകനെ കൊണ്ട് റൂമിൽ പോയിട്ട് മണിക്കൂറുകൾ കഴിയുമായിരുന്നു. അവിടെ ഇരുത്തൂല്ല, അവർ കൊണ്ടുപോകും. അവിടെ ഷൂട്ടിംഗ് നടക്കും, നമുക്ക് പോകാന്നേ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. ഇവരാരായാലും വിളിച്ചോണ്ട് പോകും. പക്ഷേ ആരും അദ്ദേഹത്തെ വിളിച്ചില്ലേ. അതും ഇത് പറയുമ്പോഴും എനിക്ക് വേറൊരു കഥ ഓർമ്മ വരിക. സിബി മലയിൽ എന്ന് പറഞ്ഞ മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകന്റെ സെറ്റിൽ ഒരു വാക്ക് പറയാതെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയ തലയിൽ കണ്ട വെച്ച നേതാവില്ലേ, സംഘടനാ നേതാവ് ഉള്ള നാട്ടിലാണ് പ്രേം നസീർ എന്ന വലിയ മനുഷ്യൻ ഇരുട്ടത്തിരിക്കുന്നത്. ആദോയൂബ് ബാൽക്കണിയിലെ ലൈറ്റ് ഇട്ടു. കുറ്റബോധത്തോടെ അടുത്ത് ചെന്ന് ആദോയൂബ് പറഞ്ഞു, ക്ഷമിക്കണം സാർ, പുതുമുഖമായതുകൊണ്ട് കുറെ സമയമെടുത്തു. വിചാരിച്ച സമയത്ത് സീൻ തീർന്നില്ല. നസീർ സാറ് അമർത്തി ഒന്ന് മൂളി, ശരി എന്നുള്ള രീതിയിൽ ഒരു മൂളൽ മൂളി. ഇനി സാറിന്റെ ഷോട്ട് എടുക്കാം. നസീർ സാറിന് മനസ്സിലായി 9 മണിയായില്ലേ, പിന്നെ എങ്ങനെ സാറിന്റെ ഷോട്ട് എടുക്കുമെന്ന് സാറിന് മനസ്സിലായി. ശരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എണീറ്റു. മേക്കപ്പ് മാനെ വിളിച്ചു, ടച്ചപ്പ് ചെയ്തു, റെഡിയായി, ഒന്നും സംഭവിക്കാത്ത പോലെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നു. അതിഥികളെ സ്വീകരിക്കുന്നതിൻ്റെയും അഭിവാദ്യം ചെയ്യുന്നതിൻ്റെയും കുറച്ച് ക്ലോസപ്പ് ഷോട്ടുകളാണ് എടുക്കുന്നത്. ഈ എടുക്കുന്ന ക്ലോസപ്പൊക്കെ ഇത്രയും സമയം തന്നെ പിടിച്ചിരുത്തിയതിൻ്റെ പരിഭവം താൻ പറയാതിരിക്കാനും തന്നെ തൃപ്തിപ്പെടുത്താനുമാണെന്ന് നസീർ സാറിന് മനസ്സിലായി. കാരണം നാളെ ഇതൊരു വൈഡ് ഷോട്ട് വയ്ക്കുമ്പോൾ ഒരു അതിഥിയെ കാണുമ്പോൾ നസീർ സാർ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് പോവുകയാണ്, ഇങ്ങനെയൊക്കെ സീനിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന ക്ലോസപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ബുദ്ധിമാനായ നസീർ സാറിന് അറിയാം. എന്നിട്ട് പോലും ബക്കർജി പറഞ്ഞതുപോലെ നാളെ കളയാനാണ് ഇതെടുക്കുന്നതെന്ന് തോന്നിയിട്ട് പോലും നസീർ സാർ നിന്നു കൊടുത്തു ക്ലോസപ്പിൽ. എല്ലാവരും നോക്കി വിഷ് ചെയ്യാനും ഹലോ എന്ന് പറഞ്ഞ അടുത്ത് പോകാനും ഒക്കെ നസീർ സാർ റെഡിയായി. എന്നിട്ടും ഒരു നീരസവും പ്രകടിപ്പിക്കാതെ സംവിധായകൻ പറഞ്ഞ പോലെയൊക്കെ ക്ലോസപ്പിൽ കാണിച്ചു. ഇന്നത്തെ കഴിഞ്ഞു പാക്കപ്പ് എന്ന് പി എ ബക്കർ പറഞ്ഞപ്പോൾ സുസ്മേരവദനായി ഒരു പ്രത്യേക ചിരിയുണ്ടല്ലോ നസീർ സാർ. ബക്കർജിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ കാർ കയറി നസീർ സാർ പോയി. ഇന്നത്തെ ഏതൊരു നടനായാലും ശരി ആ സെറ്റ് എടുത്ത് മറിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ ഇങ്ങനെ കാണിച്ചത് മധു സാറിനോടായിരുന്നെങ്കിലും അന്ന് ബഹുരസമായിരുന്നനെ എന്ന് തന്നെ പറയാം. പക്ഷെ അതാണ് നസീർ സാർ. ഒരു കഥ കൂടി പറയാം. MGRുമായി ചേർന്ന കഥയാണ്. മലയാളികളോട് അതിരറ്റ വാത്സല്യമുള്ള ആളായിരുന്നു MGR. മലയാളിയാണല്ലോ MGR. മധു വൈപ്പനയുടെ പ്രോഗ്രാം ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും. മലയാളികൾ ചെന്നാൽ അദ്ദേഹം മലയാളത്തിൽ സംസാരിക്കും. ഏതെങ്കിലും തമിഴൻ വരുന്നു എന്ന് കണ്ടാൽ അപ്പ പുള്ളി പ്ലേറ്റ് മറിച്ചിടും, തമിഴിലെ പിന്നെ സംസാരിക്കും. മലയാളിയാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി. കരുണാനിധി ഒരുപാട് ദ്രോഹിച്ചതാണല്ലോ, മലയാളിയാണ് MGR എന്ന് പറഞ്ഞിട്ട് തമിഴന്മാരെ ഭരിക്കാൻ മലയാളി വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളി കളിച്ചു നോക്കി. പക്ഷെ ഒരു കളി ഏറ്റില്ല MGRന്റെ പിന്നിൽ. അതുപോലെ തന്നെ മലയാളത്തിലെ സിനിമാക്കാരോടും അദ്ദേഹത്തിന് നല്ല ബഹുമാനമായിരുന്നു, സ്നേഹമായിരുന്നു. അതിൽ തന്നെ പ്രേം നസീറിനോട് വല്ലാത്ത മാനസിക അടുപ്പം MGR മരണം വരെയും കാത്തു സൂക്ഷിച്ചത്.
1957 ഞാനും നിങ്ങളും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് 1957 മെറിലാൻഡ് മെറിലാൻഡ് സ്റ്റുഡിയോ നിർമ്മിക്കുന്ന പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്താണ് ആദ്യമായി പ്രേം നസീർ എംജിആറിനെ കാണുന്നത്. പ്രേം നസീറിനേക്കാൾ 8 വയസ്സ് മൂത്ത ആളാണ് എംജിആർ. മരിച്ചപ്പോഴും 70-ാം വയസ്സിൽ എംജിആർ മരിച്ചു. 63-ാമത്തെ വയസ്സിൽ നസീർ സാർ പോയി. 7 വർഷത്തിന്റെ വ്യത്യാസത്തിൽ. ഇരുവരുടെയും മരണം പറയുകയാണെങ്കിൽ 2 വർഷത്തെ ഗ്യാപ്പ്. നസീർ സാർ എംജിആർ മരിച്ച് 2 വർഷം കഴിഞ്ഞാണ് നസീർ സാർ മരിക്കുന്നത്. രാജാരാജൻ എന്ന് പറഞ്ഞ തമിഴ് പടത്തിൽ അഭിനയിക്കാനാണ് എംജിആർ മെറിലാൻഡിൽ വന്നത്. പാടാത്ത പൈങ്കിളിയുടെ സെറ്റിൽ നിന്നും നസീർ സാറിനെ പി സുബ്രഹ്മണ്യം മുതലാളി വിളിച്ച് എംജിആറിനെ പരിചയപ്പെടുത്തി. ചേട്ടൻ എന്നായിരുന്നു എംജിആറിനെ പ്രേം നസീർ ആദ്യം കണ്ടപ്പോൾ തന്നെ വിളിച്ചത്. ചേട്ടാ എന്നാണ് വിളിച്ചത്. എംജിആർ മരിക്കുന്നതിനും 18 ദിവസം മുൻപ് 1987 ഡിസംബർ 6-നാണ് അവസാനമായിട്ട് ജീവനോടെ പ്രേം നസീർ എംജിആറിനെ കാണുന്നത്. പ്രേം നസീറും എംജിആറുമായിട്ടുള്ള ബന്ധം കലർപ്പില്ലാത്ത ജ്യേഷ്ഠാനുജ ബന്ധമായിരുന്നു. രാജാരാജനിൽ എംജിആർ കാണിക്കുന്ന പ്രകടനങ്ങൾ ആകാംക്ഷയോടെ ഷൂട്ട് സ്ഥലത്ത് നസീർ സാർ നോക്കി നിൽക്കുമായിരുന്നു. എംജിആറിന്റെ ശരീരവും ശാരീരിക ഘടനയും ചുറുചുറുക്കും ഫൈറ്റിൽ അദ്ദേഹം കാണിക്കുന്ന മെയ്വഴക്കവും ഒക്കെ നസീർ സാറിന് ഇഷ്ടമായിരുന്നു. ഒപ്പം ഒരു ആരാധകനുമായിരുന്നു നസീർ സാർ. കാപട്യമില്ലാത്ത എംജിആറിന്റെ തുറന്ന പെരുമാറ്റവും നസീർ സാറിന് ഇഷ്ടമായിരുന്നു. പ്രേം നസീറിന് പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒന്നുമില്ലായിരുന്നു അക്കാലത്ത്. എംജിആറിന് രാഷ്ട്രീയം മുഖ്യ വിഷയവുമായിരുന്നു. രാഷ്ട്രീയപരമായ പ്രേം നസീറിന്റെ കാഴ്ചപ്പാടുകൾ, നിരീക്ഷണമൊക്കെ എംജിആർ കേട്ടിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. മറ്റ് സഹപ്രവർത്തകരോട് എംജിആർ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുകയേയില്ല. പക്ഷെ നസീർ സാറിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് രാഷ്ട്രീയം സംസാരിക്കുമായിരുന്നു. ഒരിക്കൽ എംജിആർ പ്രേം നസീറിനോട് തമിഴ് സിനിമയിൽ കൂടി താങ്കൾ സജീവമാകണം എന്ന് പറഞ്ഞു. നസീറിനെ പോലുള്ള നടന് തമിഴ് സിനിമ കൊതിക്കുന്നു എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. പ്രതിഫലവും പ്രശസ്തിയൊക്കെ ഇരട്ടി കിട്ടുമെന്നുള്ള ഒരു മോഹന വാഗ്ദാനവും നൽകി. മലയാളത്തിൽ അഭിനയിക്കുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടും, പ്രശസ്തിയും കിട്ടും. ചേട്ടാ, അതിനുള്ള സമയവും സന്ദർഭവും ഒത്തു വരട്ടെ. എനിക്കും തമിഴ് ഇഷ്ടമാണ് എന്ന് നസീർ സാർ പറഞ്ഞു. വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെ ചില തമിഴ് പടങ്ങളിൽ അഭിനയിക്കാം, എൻ്റെ അനുജനായിട്ടും മറ്റുമൊക്കെ എന്നായി എംജിആർ. പെട്ടെന്ന് പറഞ്ഞാൽ ഡേറ്റിന്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാകും. നേരത്തെ പറഞ്ഞാൽ ഞാൻ റെഡി എന്ന് നസീർ സാർ തിരിച്ചു പറഞ്ഞു. എംജിആറിന്റെ അനിയനാവാൻ ഞാൻ റെഡി, പക്ഷെ നേരത്തെ പറയണം. അതാണ് എനിക്കും പ്രശ്നം. എംജിആർ പറയാണ്, അതാണ് എനിക്കും പ്രശ്നം. DMK-യിൽ ഞാൻ സജീവമായതിനാൽ പലപ്പോഴും പറയുന്ന സമയത്ത് ഒരു പടവും തീരുന്നില്ല. ഇപ്പോ എന്തായാലും എംജിആറിന്റെ നാക്ക് ഫലിച്ചു. 1958 തൈ പിറന്താൽ വഴി പിറക്കുമെന്ന AK വേലന്റെ സിനിമയിൽ രാജാ സുലോചനയോടൊപ്പം പ്രേം നസീർ തമിഴ് സിനിമയിലെത്തി. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് 1958 ഏറ്റവും മികച്ച പുതുമുഖ നടനുള്ള പേശുംപടം അവാർഡ് പ്രേം നസീർ നേടി. പടം സൂപ്പർ ഹിറ്റായിരുന്നു. തൈ പിറന്താൽ വഴി പിറക്കുമെന്ന സിനിമ നേടിക്കൊടുത്ത കാശിൽ AK വേലൻ അരുണാചലം എന്ന് പറഞ്ഞ പ്രശസ്തമായ സ്റ്റുഡിയോ കോടമ്പക്കത്ത് നിർമ്മിച്ചു. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എത്ര ലാഭം കിട്ടിക്കാണെന്ന് ആലോചിച്ചു. തൈ പിറന്താൽ വഴി പിറക്കുമെന്ന് പറഞ്ഞ സിനിമയുടെ വരുമാനം കൊണ്ടാണ് അദ്ദേഹം അരുണാചലം സ്റ്റുഡിയോ തുടങ്ങിയത്. 5 വർഷം കൊണ്ട് പ്രേം നസീർ 23 തമിഴ് സിനിമകളിൽ അഭിനയിച്ചു. എംജിആറിനെ കണ്ട് 7 മാസം കഴിഞ്ഞ് ശാരദാ സ്റ്റുഡിയോയിൽ എംജിആർ മേക്കപ്പ് ഇടുമ്പോൾ പ്രേം നസീർ കാണാൻ ചെന്നു. കണ്ടപാടെ എംജിആർ പ്രേം നസീറിനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എംജിആർ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരാളെയും അതിനകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. അത് ആ പടത്തിന്റെ നിർമ്മാതാവോ സംവിധായകനോ നായികയായാലും കയറാൻ സമ്മതിക്കില്ല. അത്രയും ടൈറ്റ് സെക്യൂരിറ്റിയിലാണ് അദ്ദേഹം മേക്കപ്പ് ചെയ്യാറ്. പക്ഷെ അവിടെ നസീർ സാറിന് എപ്പോഴും കയറിച്ചല്ല. ഞാനൊരു തമിഴ് പടത്തിൽ അഭിനയിക്കാൻ വന്നതാണെന്ന് നസീർ സാർ കെട്ടിപ്പിടിച്ച് എംജിആറിനോട് പ്രേം നസീർ പറഞ്ഞു. ഒന്നുകൂടി ചേർത്ത് പിടിച്ച്, ഓ വെരി ഗുഡ്, ഞാൻ അന്ന് പറഞ്ഞിരുന്നതല്ലേ, തമിഴ് സിനിമ നസീറിന് വഴങ്ങും, തമിഴൊക്കെ നന്നായി പഠിക്കണം. എൻ്റെ മാതൃഭാഷ മലയാളമാണെങ്കിലും ഞാൻ വളർന്നത് ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും ആയതിനാൽ എനിക്ക് നന്നായി തമിഴ് വഴങ്ങും. നമ്മൾ ഇന്നാട്ടുകാരോടൊപ്പമാണ് അഭിനയിക്കേണ്ടതും ഇടപഴകേണ്ടതും. അതുകൊണ്ട്
നന്നായി തമിഴ് പഠിക്കണം. അദ്ദേഹം ഉപദേശിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ മോശക്കാരാവാൻ പാടില്ല. കാരണം നമ്മൾ മലയാളികളല്ലേ. മറ്റുള്ളവരുടെ മുന്നിൽ തമിഴ് നന്നായിട്ട് പറയാതെ മോശക്കാരനാകാൻ പാടില്ല എന്നാണ് എംജിആർ പറയുന്നത്. തമിഴ് ബുക്കുകളും പത്രങ്ങളും നന്നായിട്ട് പഠിക്കണം. തമിഴിൽ ഉറക്കെ സംസാരിച്ച് വഴക്കം വരുത്തണം. സ്നേഹത്തോടെ എല്ലാം പ്രേം നസീർ സമ്മതിച്ചു. പിന്നെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരണം, അത് മറക്കണ്ട എന്ന് വീണ്ടും എംജിആർ ഓർമ്മിപ്പിച്ചു. എംജിആർ സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു അക്കാലത്ത്. മലയാളത്തിൽ നിന്നുള്ള പ്രതിനിധിയായി പ്രേം നസീറിനെയും ചേർത്ത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാക്കി. ആലോചിച്ച് നോക്കൂ, എത്ര സ്നേഹമായിരുന്നു എംജിആറിന് പ്രേം നസീറിനോടെന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എക്സസൈസ് ചെയ്യാത്ത ബോഡിയാണല്ലോ പ്രേം നസീറിന്റെ. ഒരിക്കല് കയ്യിലെ മസിൽ പിടിച്ച് നോക്കിയിട്ട് എംജിആർ ചോദിച്ചു, വ്യായാമം ചെയ്യാറില്ലേ? കുറേശ്ശെ ചില ആസനങ്ങളൊക്കെ ചെയ്യും, ചിലപ്പം മറക്കും, പിന്നെ സമയം കിട്ടാറില്ല. ഇന്ന് കാലത്ത് എഴുന്നേറ്റിട്ട് എന്ത് കഴിച്ചു എന്ന് ചോദിച്ചു എംജിആർ. അതായത് കുറേശ്ശെ ആസനങ്ങളൊക്കെ ചെയ്യും, ചിലപ്പോ ആസനം ചെയ്യാൻ മറക്കും, പിന്നെ സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞപ്പോൾ എംജിആർ കൂളായിട്ട് ചോദിക്കുകയാണ്, ഇന്ന് കാലത്ത് എഴുന്നേറ്റിട്ട് എന്ത് കഴിച്ചു? 2 ഇഡ്ഡലി എന്ന് നസീർ സാർ. അത് മറന്നില്ല അല്ലേ? കറക്റ്റായി ഓർമ്മിക്കുകയും ചെയ്തു. അതുമാതിരി ദിവസവും വ്യായാമം ചെയ്യണം. 4 മണിക്ക് എണീറ്റ് 2 മണിക്കൂർ വ്യായാമം, പിന്നെ പത്രം വായന, കുളി, പ്രാർത്ഥന. ഇതൊക്കെ കഴിഞ്ഞേ ഞാൻ ഫോൺ എടുക്കൂ, ആഹാരം കഴിക്കൂ, ആരെങ്കിലും വന്നാൽ അവരെ കാണൂ. ഇതാണ് എൻ്റെ ശീലം. ഇതുപോലെ നിങ്ങളും ശീലമാക്കണമെന്ന് നസീർ സാറിനെ ഓർമ്മിപ്പിച്ചു. ഞാൻ മുമ്പ് വധവയ്പ്പിനിടെ എപ്പിസോഡ് ചെയ്തപ്പോൾ ഒരു കഥ പറഞ്ഞു. വെളുപ്പാങ്കാലം 5:30, 6 മണിക്ക് എംജിആറിന്റെ പേഴ്സണൽ ഫോണിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കാൻ വിളിച്ചു മധുവയ്പ്പനെ. ഫോൺ എടുത്തോണ്ട് മധുവയ്പ്പനെ ചോദിച്ചു, എംജിആർ ഉണ്ടോ? ഉണ്ട്. ആരാ? അത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു പത്രപ്രതിനിധിയാണ് ഞാൻ, ഒന്ന് എംജിആറിന് കൊടുക്കും. ഞാൻ എംജിആർ ആണ് എന്ന് മറുവശത്തു നിന്ന്. മധുവയ്പ്പനെ ഞെട്ടി. 5:30, 6 മണിക്ക് ഇദ്ദേഹം ഫോണിൽ വരുമെന്ന് വിചാരിച്ചില്ല. എന്താ വിളിച്ചത്? അല്ല, ഞങ്ങള് താങ്കളുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നാണ്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ വാരികയും കേരള ശബ്ദം സിനിമ വാരികയും ഉണ്ട്. നാന. നിങ്ങള് എത്ര പേരുണ്ട്? ഞങ്ങള് 3 പേരും ഫോട്ടോഗ്രാഫർ, 4 പേരുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ എൻ്റെ ADMKയുടെ ഓഫീസിലേക്ക് വരാൻ വിളിച്ചു പറയുകയും മധുവയ്പ്പനെ പോയി നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് ഈ മനുഷ്യൻ 4 മണിക്ക് എണീക്കുന്ന ആളാണ്. എണീറ്റ് നന്നായിട്ട് 2 മണിക്കൂർ നല്ല കസർത്ത് നടത്തും, വ്യായാമം നടത്തും. അത് കഴിഞ്ഞ് പല പത്രങ്ങളും കാണൂല, അതിൻ്റെ എല്ലാം പ്രധാന ഹെഡിങ്ങുകൾ വായിക്കും. അത് കഴിഞ്ഞ് വിസ്തരിച്ച് കുളിക്കും. ഇത് കഴിഞ്ഞ് പ്രാർത്ഥനയും പ്രാതലും ഒക്കെ കഴിച്ച് അതിന് ശേഷമേ അദ്ദേഹം ഫോണും എടുക്കൂ. അപ്പം ഫോൺ എടുക്കുന്ന ഒരു 6 മണിക്കായിരിക്കാം. ഒരു ആർട്ടിസ്റ്റിന് ശരീരം ആവശ്യ ഘടകമാണ്. ഹീറോ ആയി അഭിനയിക്കുമ്പോൾ ശരീരം സൂക്ഷിക്കണം, പരമാവധി ചെറുപ്പമായിരിക്കാൻ ശ്രദ്ധിക്കണം. എംജിആർ ഉപദേശിക്കുകയാണ്. ആ കൂടിക്കാഴ്ച മുതൽ പ്രേം നസീർ വ്യായാമം ദിനചര്യയാക്കി, പിന്നെ മുടക്കിയിട്ടേയില്ല. എംജിആർ അഭിനയത്തിലും രാഷ്ട്രീയത്തിലും 1ാം നിരക്കാരനായി തിരക്കിലേക്ക് പോയി. കണക്ക് ചോദിച്ചതിന് DMKയിൽ നിന്ന് എംജിആറിനെ കരുണാനിധി പുറത്താക്കി. അഭിനയത്തെ പോലെ തന്നെ DMK എന്ന പാർട്ടിയെയും അഹോരാത്രം സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത എംജിആറിനെ പുറത്താക്കിയതിൽ നസീർ സാർ പോലും വിഷമിച്ചു. പുറത്താക്കിയതിൻ്റെ അന്ന് രാത്രി സത്യ സ്റ്റുഡിയോയിൽ എംജിആറിനെ കാണാൻ നസീർ സാർ ചെന്നു. ഒരു കസേരയിൽ വാടിത്തളർന്നിരിക്കുന്നു എംജിആർ. മുഖം ചുവന്ന്, കണ്ണുകൾ നനഞ്ഞ് വിഷണ്ണനായിട്ടിരിക്കുകയാണ് എംജിആർ. അതുവരെ അങ്ങനെ എംജിആറിനെ കണ്ടിട്ടേയില്ല നസീർ സാർ. ഒരു വേറിട്ട മുഖം, സത്യസന്ധത മാത്രം കാണിച്ച തന്നെ കള്ളനെന്നും മോശക്കാരനെന്നും ഒക്കെ കാണിച്ച് പുറത്താക്കിയെന്നും എംജിആർ ആരെന്ന് അവർ കാണാൻ പോവുകയാണെന്നും ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ അടുത്ത തവണ താനിരുന്ന് കാണിക്കുമെന്നും ഇനി സിനിമാക്കാരനായ എംജിആർ ആയിരിക്കില്ല, രാഷ്ട്രീയക്കാരനായ എംജിആറിനെ കാണാമെന്നുമൊക്കെ വികാര വായ്പോടെ പ്രേം നസീറിനോട് ആ രാത്രി എംജിആർ സംസാരിച്ചു. ഇത് പറയുന്നത് മരുതൂർ ഗോപാലമേനോന്റെ മകൻ രാമചന്ദ്രനാണെന്ന് പുറത്താക്കിയവരെ അറിയിക്കും ഞാനെന്നും സ്തോഭം
പരമാവധി ഉള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അത് നടക്കാതെ രോഷത്തോടെ തന്നെ എംജിആർ പറഞ്ഞു. ആലോചിച്ച് ഒരു ശപഥം പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മരുതൂർ ഗോപാലമേനോന്റെ മകൻ രാമചന്ദ്രനാണെങ്കിൽ ആ മുഖ്യമന്ത്രി കസേരയിൽ, കരുണാനിധി ഇരിക്കുന്ന ആ കസേരയിൽ അടുത്ത ഇലക്ഷനിൽ എംജിആർ ഇരുന്നിരിക്കുമെന്ന് അദ്ദേഹം പറയാന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിച്ചു. അല്ല, അടുത്ത പരിപാടി എന്താ എന്നായി നസീർ സാർ? അടുത്തത് എന്താ? പുതിയ പാർട്ടി ഉണ്ടാക്കണം, അത്ര തന്നെ. പേരിട്ടോ? ഇല്ല. അണ്ണാദുരൈയുടെ പേരിലുള്ള DMK ആയിരിക്കും അല്ലേ എന്ന് നസീർ സാർ ചോദിച്ചു. പേരുകൾ ആലോചിക്കുന്നു പലതും. തീരുമാനം 3 നാൾക്കകം ഉണ്ടാവും. പ്രേം നസീർ പിറ്റേ ദിവസം ഊട്ടിക്ക് ഷൂട്ടിങ്ങിന് പോയി. പിറ്റേന്ന് ഷൂട്ടിങ്ങിന് പോയെന്ന് പറഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞ് അദ്ദേഹം വരുള്ളൂ. 2-ാം നാള് ഊട്ടിയിലെത്തി 2-ാമത്തെ ദിവസം ദിനത്തന്തി ദിനപത്രം എടുത്ത് വായിക്കാൻ നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഹെഡിങ് എംജിആർ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു, അണ്ണാ DMK ADMK. അപ്പോൾ അണ്ണാദുരൈയുടെ പേരുണ്ടാവുമോ DMKക്ക് എന്ന് നസീർ സാർ ചോദിച്ചത് ചിലപ്പോൾ എംജിആറിന് സ്ട്രൈക്ക് ചെയ്തിരിക്കാം. അണ്ണാ DMK എന്ന് പറഞ്ഞ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ ADMK രൂപീകരിച്ചിരിക്കുന്നു എന്നാണ് ദിനത്തന്തിയിൽ എഴുതിയിരിക്കുന്നത്. താൻ സൂചിപ്പിച്ചതിൽ നിന്നും തൻ്റെ ചേട്ടൻ പുതിയ പാർട്ടി ഉണ്ടാക്കിയതിൽ പ്രേം നസീറിന് സന്തോഷം. എംജിആർ പറഞ്ഞതുപോലെ തന്നെ അടുത്ത മുഖ്യമന്ത്രിയായി. പ്രേം നസീറിന്റെ നേതൃത്വത്തിൽ പോയി മാലയിട്ട് നിയുക്ത മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. അദ്ദേഹം 2ാമത് മുഖ്യമന്ത്രി ആയപ്പോഴും നസീർ സാറിന്റെ നേതൃത്വത്തിൽ പോയി മാലയിട്ട് സ്വീകരിച്ചു. സത്യ സ്റ്റുഡിയോയിൽ ADMKയുടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് മുഖ്യമന്ത്രി എംജിആർ പുറത്തു വരുമ്പോൾ മുൻവശത്ത് പ്രേം നസീറിന്റെ കാറ് കിടക്കുന്നുണ്ട്. ഞാൻ വിളിക്കുന്നു എന്ന് പ്രേം നസീറിനോട് പറയാൻ ആളെ വിട്ടു. വാളി എന്ന് പറഞ്ഞു, സാർ ഉങ്ങളെ പാക്കണമെന്ന് വാദ്യാർ சொல்றேன். പ്രേം നസീർ വേഗം എംജിആറിന്റെ അടുത്തേക്ക് വന്നു. മറ്റാർക്കും തുറക്കാത്ത സത്യ സ്റ്റുഡിയോയിൽ ഒരു മുറി തുറന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ റൂം തുറന്നു. പ്രേം നസീർ കയറി ചെന്നു. ആ വാ തമ്പി, അനിയ വാ എന്ന് പറഞ്ഞ് വിളിച്ചു. നിങ്ങളെ കാണാനേ കിട്ടുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്ത് ബിസിയാണ് മലയാളത്തിൽ, ഇങ്ങനെ ഒരു തിരക്കുണ്ടോ? ഞാനൊരിക്കലും ഇങ്ങനെ തിരക്കപ്പെട്ടിട്ടില്ല. എംജിആർ പറയുകയാണ്, നിങ്ങളൊരു വല്ലാത്ത മനുഷ്യൻ തന്നെ കേട്ടോ, നിങ്ങൾ ഈ 3 ഷിഫ്റ്റ് 4 ഷിഫ്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നാണ് എംജിആർ ചോദിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ, ചേട്ടനെ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു മുഖ്യമന്ത്രിയെ എപ്പോഴും ഉപദ്രവിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എന്നോട് സംസാരിക്കുന്ന സമയം കൊണ്ട് ചേട്ടന് പല ഫയലുകളും നോക്കി തീർക്കാം. അത് ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോഴല്ലേ മുഖ്യമന്ത്രി ആവുന്നത്. അല്ലാത്തപ്പോ ഞാൻ വെറും MG രാമചന്ദ്രനല്ലേ. നിങ്ങൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാം. നിങ്ങൾ വരും മുമ്പ് ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ കാത്തിരിക്കാം എന്നാണ് എംജിആർ നസീർ സാറിന് കൊടുത്ത വാക്ക്. നാടോടി മന്നൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ 300 പൗണ്ട് തൂക്കമുള്ള ഒരു തടിയനെ തൂക്കിയെടുത്തെറിയുമ്പോൾ എംജിആറിന്റെ 2 കാലും ഒടിഞ്ഞു. അപ്പോൾ അമ്മയെന്നുള്ള ഒരൊറ്റ വിളി മാത്രമേ വിളിച്ചുള്ളൂ പുള്ളി. പിന്നെ പുള്ളിക്ക് ബോധമില്ലാതായി, 2 കാലും ഒടിഞ്ഞു പോയി. 300 പൗണ്ട് തൂക്കമുള്ള ഒരുത്തനെ എടുത്ത് തൂക്കി എറിഞ്ഞതാണ്. എംജിആറിന്റെ കഥ കഴിഞ്ഞു എന്ന് എതിരാളികൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു വരുത്തി. 2 കാലുകളും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് ആശുപത്രി കിടക്കയിൽ എംജിആർ കിടക്കുമ്പോൾ വിവരമറിഞ്ഞ് നസീർ സാർ ചെന്നു. പ്രേം നസീറിനെ കണ്ട പാടെ കൈകളിൽ പിടിച്ചു, പിന്നെ കരഞ്ഞു. അത് കണ്ട് പ്രേം നസീറിന്റെയും കണ്ണുകൾ നിറഞ്ഞു. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നായി നസീർ സാർ. 2 കാലുകളും ഒടിഞ്ഞെങ്കിലും ഞാൻ ജീവിതത്തിലേക്ക് വരും, നായകനായി ഇനിയും അഭിനയിക്കും എന്നായി എംജിആർ. ഞാൻ പ്രാർത്ഥിക്കാൻ ചേട്ടാ എന്ന് നസീർ സാർ മറുപടി പറഞ്ഞു. അടുത്ത കൂടിക്കാഴ്ച MR രാധ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാധികയുടെ അച്ഛൻ എംജിആറിനെ വെടിവെച്ച് എന്നറിഞ്ഞിട്ട് വെടികൊണ്ടു. MR രാധ വെടിവെച്ചു എംജിആറിനെ, ചെവിയിലൂടെ തുളച്ചു പോയി. അതറിഞ്ഞാണ് ചെന്നത്. വഴിയിൽ വാർത്ത എറിഞ്ഞ ആരാധകർ കാറുകളൊക്കെ തല്ലി തകർക്കുകയാണ്. പ്രേം നസീറിന്റെ കാറിലും ആരൊക്കെ ഇട്ടടിച്ചു. നസീർ സാറാണെന്ന് മനസ്സിലായപ്പോൾ അതിന്റെ ലീഡറായി നടക്കുന്ന ഒരുത്തൻ, ഡായ് ഇത് നമ്മ ആളുതാ, കാറെ ഒന്നും ചെയ്യக்கூടാതെ വിടറാ എന്ന് പറഞ്ഞ് നസീർ സാറിനെ എന്താ പറയാ അടിച്ചു പൊട്ടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി. നസീർ സാർ ചോദിച്ചു, എന്താ കാര്യം? தெரியாது சார், வாத்தியாரே சுட்டு போட்டு
எம்ஜிஆர் അല്ല എം.ആർ. രാധ ചുട്ടുങ്ക ആശുപത്രിയിൽ നസീർ സാറിന് കയറാൻ പറ്റിയില്ല. അദ്ദേഹം എം.ജി. ചക്രവാണിയെ വിളിച്ചു, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ. അദ്ദേഹത്തിന് പോലും കാണാനായില്ല ICUവിൽ എന്നാണ് മറുപടി കിട്ടിയത്. 10ാം ദിവസം നസീർ സാറ് പേഴ്സണൽ സെക്രട്ടറിയെ വിളിച്ചു, PA വിളിച്ചു, പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചു. നസീർ സാർക്ക് പാക്കണം. ഫോൺ എടുത്ത ആള് എംജിആറിനോട് പറഞ്ഞു, വരച്ചൊല്ലു എന്നായി എംജിആർ. നസീർ സാർ കയറി ചെന്നു. ചേട്ടാ, ഇതെന്തു പറ്റി എന്ന് ചോദിച്ചു. വിധി, തലയിലെടുത്ത്, ഒന്നുമില്ല, ഐ ആം ഓൾ റൈറ്റ്. ശബ്ദം കുറച്ച് പോയി. 6 മാസം അതിന്റെ തെറാപ്പി ഉണ്ട്, എല്ലാം ശരിയാകും. പക്ഷെ മരിക്കുന്നവരെ എംജിആറിന്റെ ശബ്ദം പിന്നെ ക്ലിയർ ആയില്ല. വർഷങ്ങൾക്ക് ശേഷം കിഡ്നി രോഗബാധിതനായി 1987 ഡിസംബർ 24-ാം തീയതി 70ാമത്തെ വയസ്സിൽ എംജിആർ വിട പറഞ്ഞു. 13 മാസം കഴിഞ്ഞ് 1989 ജനുവരി 16-ന് 63ാമത്തെ വയസ്സിൽ നസീർ സാറും പോയി. എനിക്ക് നസീർ സാറ് പോയ കാര്യം പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് ധാർമ്മിക രോഷമുള്ളൊരു കാര്യമാണ്. അത് എനിക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രേം നസീർ മരിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കോടീശ്വരന്മാരായവർ ഒരുപാട് പേര് മദ്രാസിലുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, വിമാനം ചാർട്ട് ചെയ്യുക ഒന്നും ചെയ്യാതെ ബാംഗ്ലൂരിൽ നിന്ന്, അല്ലെങ്കിൽ മദ്രാസിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന ഒരു ഫ്ലൈറ്റിൽ കാർഗോയിൽ സാധനങ്ങൾ കയറ്റുന്ന കാർഗോയിലാണ് നസീർ സാറിനെ കയറ്റി വിട്ടത്. എന്നാൽ എംജിആർ ജീവിച്ചിരുന്നെങ്കിൽ സത്യമാഷിനെ രാജകീയമായി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറ്റി വിട്ടതുപോലെ പ്രേം നസീറിനെയും ബഹുമാന പുരസ്സരം യാത്രയാക്കിയൻ. അതായിരുന്നു മരുതൂർ ഗോപാല മേനോൻ മകൻ രാമചന്ദ്രനും പ്രേം നസീറും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധം. അങ്ങനെയുള്ളവരെ കാണാൻ ചുരുക്കമാണെന്നേ. ഞാൻ നടൻ ദേവന്റെ നേതൃത്വത്തിൽ, ഈ അടുത്ത കാലത്ത് ഗാന്ധി ഭവനിൽ മരിച്ച CN കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ, അസോസിയേറ്റ് ഡയറക്ടറായ വാസന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നസീർ സാറിന്റെ വീട്ടിൽ റീത്തുമായി ചെല്ലുമ്പോൾ ആരുമില്ല, ഒരു ഗൂർഖ മാത്രമേ ഉള്ളൂ. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി. കാരണം മലയാള ചലച്ചിത്ര പരിഷത്തിന്റെ ആശാന്മാർ നസീർ സാറിനെ പെട്ടിയിലാക്കി കാർഗോയിൽ കയറ്റി വിട്ടിട്ട് അവരെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് മുങ്ങിക്കളഞ്ഞു. ദേവന്റെ ദേഷ്യം ഞാൻ അന്നാണ് കണ്ടത്. കയ്യിലിരുന്ന റീത്തിനെ അവിടെ നിലത്തടിച്ച് ഇല്ലാതാക്കിയിട്ട് പോവാം എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. ആരെയും കാണാൻ സമ്മതിച്ചില്ല. ശിവാജി ഗണേശൻ്റെ ആർക്കും കാണാൻ പറ്റിയില്ല. ആകപ്പാടെ ജയഭാരതി മാത്രമാണ് നസീർ സാറിന്റെ ചലനമറ്റ ശരീരം കണ്ടത്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. കാരണം സത്യമാഷ് മരിച്ചപ്പോൾ ബോഡി ജമിനി ഗണേശനും എംജിആറും ഒക്കെ ചേർന്ന്, തെക്കുറിശി മാമനും ഒക്കെ കൂടെ ചേർന്ന് പിടിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. രാജകീയമായി മദ്രാസിൽ നിന്ന് യാത്ര ചെയ്യിപ്പിച്ചു. പക്ഷെ എംജിആർ പോയ ശേഷം നസീർ സാറ് പോയത് കാരണം ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. എംജിആർ ജീവിച്ചിരുന്നെങ്കിൽ ഒരു തരത്തിലും സമ്മതിക്കില്ലായിരുന്നു നസീർ സാറിനെ കാർഗിൽ കയറ്റിവിടാൻ. അത്രയും ജ്യേഷ്ഠാനുജ ബന്ധമുണ്ടായിരുന്നവർ രണ്ടുപേരും. എന്തായാലും നസീർ സാറിനെ കുറിച്ച് എത്ര എപ്പിസോഡ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഈ പറഞ്ഞ ചാരം എന്ന് പറഞ്ഞ PA ബക്കറിന്റെ ഷൂട്ട് സെറ്റിൽ നടന്ന കഥയും എംജിആറുമായിട്ടുണ്ടായിരുന്ന ഹൃദയബന്ധത്തിന്റെ കഥയും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിച്ച്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കഥകളാണ് ഇത് രണ്ടും. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഇനിയും നസീർ സാറിനെ കുറിച്ച് കഥകൾ പറയാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് അനശ്വരന്മാരായ എംജിആറിനും നസീർ സാറിന്റെയും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.